ഹായ് എവരിവൺ. പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി രാജ ശിവാജി എന്ന മൂവിയാണ്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഇത് മലയാളം, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിലെല്ലാം റിലീസായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. ജൂൺ 26 മുതൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തതായി ഭൂത് ബംഗ്ല എന്ന മൂവിയാണ്. അക്ഷയ് കുമാർ നായകനായി വന്ന പ്രിയദർശൻ സംവിധാനം ചെയ്ത മൂവിയാണ് ഭൂത് ബംഗ്ല. ഇത് നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ജൂൺ 12 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളം കോമഡി സൂപ്പർ ഹിറ്റ് ചിത്രമായ അതിരടി എന്ന മൂവിയാണ്. ഇത് സോണി ലൈവ് എടുത്തിരിക്കുകയാണ്. ജൂൺ 19 മുതൽ സോണി ലൈവിൽ അതിരടി സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. വളരെയധികം കളക്ഷൻ കിട്ടിയ മൂവിയാണ് അതിരടി. അടുത്തത് ദൃഢം എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഷെയ്ൻ നിഗം നായകനായി വരുന്ന വളരെയധികം ജനപ്രീതി നേടിയെടുത്ത ഒരു ചിത്രമാണ് ദൃഢം. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ജൂൺ 12 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് സ്കൂൾ ചലേഹം എന്ന മൂവിയാണ്. ഇത് പ്രധാനമായും മലയാള ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് മനോരമ മാക്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ സ്കൂൾ ചലേഹം എന്ന മലയാളം മൂവി നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി കറുപ്പ് എന്ന മൂവിയാണ്. തിയേറ്ററുകളിൽ വൻ ഓളം സൃഷ്ടിച്ച സൂര്യയുടെ തിരിച്ചുവരവ് എന്ന് രേഖപ്പെടുത്തിയ മൂവിയാണ് കറുപ്പ്. RJ ബാലാജിയാണ് ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ആമസോൺ പ്രൈമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ജൂൺ 12 മുതൽ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി മെയ്ഡ് ഇൻ ഇന്ത്യ എ ടൈറ്റൻ സ്റ്റോറി എന്ന സീരീസ് ആണ്. ഇത് ആമസോൺ പ്രൈമിൽ അധികം വൈകാതെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് തട്ടുകട മുതൽ സെമിത്തേരി വരെ എന്ന മൂവിയാണ്. ഇത് ജഗദീഷ് നായകനായി വന്ന ഒരു മൂവിയാണ്. ഇത് അടുത്തു തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതായി നടൻ ഇന്ദ്രൻസ് നായകനായി വന്ന ആശാൻ എന്ന മൂവിയാണ്. ഇത് സൺ നെക്സ്റ്റ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഈ മാസം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതെല്ലാമാണ് പുതിയ OTT റിലീസുകൾ. നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ്? നിങ്ങൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.